വെൽക്കം ബാക്ക്. ഇനി നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യും. 2017 ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ് കാൽക്കുലേറ്റ് EOQ. അപ്പോൾ തന്നിരിക്കുന്ന ഇൻഫർമേഷൻസ് നോക്കാം. ആനുവൽ യൂസേജ് 1200 യൂണിറ്റ്സ്, കോസ്റ്റ് ഓഫ് പ്ലേസിംഗ് ആൻഡ് ഓർഡർ ₹24, ആനുവൽ ക്യാരിയിങ് കോസ്റ്റ് 20% എന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. പ്രൈസ് പെർ യൂണിറ്റ് തന്നിട്ടുണ്ട് 20. അപ്പോൾ നമുക്കിവിടെ EOQ കാൽക്കുലേറ്റ് ചെയ്യാൻ എന്തൊക്കെ ഇൻഫർമേഷനാണ് ആവശ്യമുള്ളത്? അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ആദ്യം ഇക്വേഷൻ എഴുതി. EOQ ഈക്വൽസ് √2CO ഡിവൈഡഡ് ബൈ I. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് തന്നിരിക്കുന്നത്? സി എന്ന് പറയുന്നത് ഏതാണ്? ആനുവൽ കൺസംഷനാണ്. ആനുവൽ കൺസംഷൻ എത്രയാണ്? ആനുവൽ യൂസേജ് നമുക്ക് തന്നിരിക്കുന്നത് 1200 യൂണിറ്റ്സ്. O എന്ന് പറഞ്ഞാൽ ഓർഡറിങ് കോസ്റ്റ്. ഓർഡറിങ് കോസ്റ്റ് എത്രയാണ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്? കോസ്റ്റ് ഓഫ് പ്ലേസിംഗ് ആൻഡ് ഓർഡർ ₹24. അപ്പോൾ നമ്മളത് നിങ്ങൾ ഇക്വേഷൻ എഴുതി അതിന് ശേഷം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് അതുപോലെ തന്നെ എഴുതണം. കൺസംഷൻ സി എന്നുള്ളത് നമ്മൾ എഴുതി 1200 യൂണിറ്റ്സ്. O എന്ന് പറയുന്നത് ഓർഡറിങ് കോസ്റ്റ് ₹24. ഇനി I നമുക്ക് കണ്ടുപിടിക്കണം ഇവിടെ. അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ആനുവൽ ക്യാരിയിങ് കോസ്റ്റ് 20% ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ 20% നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ I കാൽക്കുലേറ്റ് ചെയ്യുന്നത് പ്രൈസ് പെർ യൂണിറ്റ് തന്നിരിക്കുന്നത് 20 ആണ്. ആ 20യുടെ 20% കാൽക്കുലേറ്റ് ചെയ്യണം. അതായത് 20 × 20/100 ദാറ്റ് ഈസ് ₹4. അപ്പോൾ നമുക്ക് വേണ്ട എല്ലാ ഇൻഫർമേഷനും അവൈലബിളായി. അപ്പോൾ നമുക്ക് വീണ്ടും അത് ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാം. √2 എഴുതി. സി എന്ന് പറയുന്നത് 1200, O എന്ന് പറയുന്നത് ₹24 ഡിവൈഡഡ് ബൈ I 4. നമുക്കപ്പോൾ ഇവിടെ കിട്ടുന്നത് നമുക്ക് കാൽക്കുലേഷൻ നടത്തി കഴിയുമ്പോൾ നമുക്ക് കിട്ടുക √14,400. റൂട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 120 യൂണിറ്റ്സ് എന്ന് കിട്ടും. അപ്പോൾ ഇതിൻ്റെ നോട്ട്സ് നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആണ്. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് 2017 ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2019 ചോദിച്ചത് കാൽക്കുലേറ്റ് EOQ ഇക്കണോമിക് ഓർഡറിങ് ക്വാണ്ടിറ്റി. തന്നിരിക്കുന്ന ഇൻഫർമേഷൻസ്: കൺസംഷൻ ഓഫ് മെറ്റീരിയൽ പെർ ആനം 10,000 കിലോഗ്രാം, കോസ്റ്റ് പെർ കിലോഗ്രാം ₹2, ordering cost per order ₹50, stores cost 8% on inventory. ഇത്രയും ഇൻഫർമേഷനാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആൻസർ ചെയ്യുമ്പോൾ ആദ്യം അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് എഴുതുക. ദെൻ ഇക്വേഷൻ എഴുതുക. EOQ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ √2CO ഡിവൈഡഡ് ബൈ I. അപ്പോൾ നമുക്ക് എന്തൊക്കെ അറിയാം? സി നമുക്കറിയാം. കൺസംഷൻ എത്രയാണെന്ന് അറിയാം, 10,000. O എന്ന് പറയുന്നത് ഓർഡറിങ് കോസ്റ്റ് നമുക്ക് തന്നിട്ടുണ്ട് 50. പിന്നെ നമുക്ക് I കാൽക്കുലേറ്റ് ചെയ്യണം. നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? I എന്ന് പറയുന്നത് കോസ്റ്റ് പെർ കിലോഗ്രാം ₹2 ആണ്. സ്റ്റോർസ് കോസ്റ്റ് 8% ഓഫ് ഇൻവെൻറ്ററി. അപ്പോൾ ഇൻവെൻറ്ററി കോസ്റ്റ് 2 ആണ്, അതിൻ്റെ 8% നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. നമുക്കിവിടെ 0.16 എന്ന് കിട്ടും. ദെൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ $62,50,000 എന്ന് കിട്ടും. ആൻസർ നമുക്ക് കിട്ടുക 2,500 യൂണിറ്റ്സ്. ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് നോക്കാം. 2013 ചോദിച്ചിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. കാൽക്കുലേറ്റ് EOQ ആൻഡ് ടോട്ടൽ ഇൻവെൻറ്ററി കോസ്റ്റ്. ആനുവൽ ഡിമാൻഡ് 2,400 യൂണിറ്റ്സ്, യൂണിറ്റ് പ്രൈസ് ₹2.40, സ്റ്റോറേജ് കോസ്റ്റ് 2% പെർ ആനം, ഓർഡറിങ് കോസ്റ്റ് ₹4, ഇൻട്രസ്റ്റ് റേറ്റ് 10% പെർ ആനം, ലീഡ് ടൈം ഹാഫ് മന്ത് എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. നമുക്കിവിടെ EOQ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. ഇക്വേഷൻ സെയിം തന്നെ, √2CO ഡിവൈഡഡ് ബൈ I. അപ്പോൾ സി എന്ന് പറയുന്നത് കൺസംഷൻ അല്ലെങ്കിൽ ആനുവൽ ഡിമാൻഡ് 2,400, ഓർഡറിങ് കോസ്റ്റ് 4 ആണ്.
ഇനി നമുക്ക് വേണ്ടത് എന്താണ്? ഐ ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഐ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഇവിടെ യൂണിറ്റ് പ്രൈസ് എത്രയാണ്? 2.40 ഇൻറ്റു നമുക്കിവിടെ പെർസെൻറ്റേജ് എടുക്കുമ്പോൾ നോക്കി സ്റ്റോറേജ് കോസ്റ്റ് തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് റേറ്റും ഉണ്ട്. രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 10%ഉം 2%ഉം ആണ്. അപ്പോൾ 12% പെർ ആനം കിട്ടും. അപ്പോൾ 2.40 ഇൻറ്റു 12/100 ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് √19,200 ഡിവൈഡഡ് ബൈ 0.288 എന്ന് കിട്ടും. അതുകൊണ്ട് ഫൈനൽ ആൻസർ കിട്ടുന്നത് 258 യൂണിറ്റ്സ്. അപ്പോൾ ഈ OQ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധാരണ കേസിൽ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ നമ്മളത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്.